ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിയാനി കിച്ചൻ. ഞാനിന്ന് ഒരു പുട്ട് തയ്യാറാക്കാൻ പോവാണ്. അപ്പം പുട്ട് എല്ലാവരും വിചാരിക്കും പുട്ടെല്ലാവരും എന്നും വീട്ടിൽ ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ അതിലെന്താ ഇത്ര പ്രത്യേകത എന്ന്. പക്ഷേ ഞാൻ കുറേ ദിവസമായി കേൾക്കുന്നു കൈകൊണ്ട് പൊടിയൊന്നും നനയ്ക്കാതെ ഈസി ആയിട്ട് സോഫ്റ്റായിട്ട് പുട്ടുണ്ടാക്കാമെന്ന്. അപ്പോൾ അത് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഞാൻ എന്തായാലും വീഡിയോ എടുക്കുവാണ്. ഇത് സക്സസ് ആയെങ്കിൽ മാത്രം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമുക്കിതെങ്ങനെ കൈ കൊണ്ട് പൊടി നനയ്ക്കാതെ സോഫ്റ്റായ പുട്ടുണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിന് 1 കപ്പ് പുട്ടുപൊടി ഇതിലെടുത്തിട്ടുണ്ട്. അതേ കപ്പിൽ 1/2 കപ്പ് ചോറെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ പുട്ടുണ്ടാക്കാനുള്ള കുറച്ച് തേങ്ങാപ്പീര. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കൈ കൊണ്ട് നനയ്ക്കാതെ പൊടി നനഞ്ഞ് കിട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചോറ് ഇട്ട് കൊടുക്കാം. ഈ പുട്ടിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇതിലേക്കിടാം. ഒരു 1/4 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലൊന്ന് കറക്കി കൊണ്ടുവരാം. ഞാൻ ചോറും പുട്ടുപൊടിയും കൂടെ മിക്സിയിലിട്ട് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. 1 കപ്പ് പുട്ടുപൊടിക്ക് ഒരു 1/2 കപ്പ് ചോറിട്ടടിച്ചപ്പം അത്ര എനിക്ക് നനവ് തോന്നിയില്ല. പിന്നെ ഞാനൊരു 1/4 കപ്പ് ചോറും കൂടി ഇട്ടു. അപ്പോൾ 1 കപ്പ് പൊടിക്ക് 3/4 കപ്പ് ചോറിട്ട് അടിച്ചപ്പം നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട്. പൊടി നല്ല നനവൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇടാം. ഇതാ പൊടി ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. നല്ല നമ്മൾ പുട്ടുപൊടി കൈകൊണ്ട് നനച്ച് വെച്ചിരിക്കുന്ന പോലെ നനവായിട്ടുണ്ട്. ഇനി നമുക്കിതുകൊണ്ട് പുട്ടുണ്ടാക്കിയെടുക്കാം. അപ്പോൾ കൈകൊണ്ട് പൊടി നനയ്ക്കണ്ടെന്ന് പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് കേട്ടോ. പൊടി നല്ലതുപോലെ നനഞ്ഞെല്ലാം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. ഇനി ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടി നിറയ്ക്കാം. തേങ്ങ ഇട്ട് കൊടുക്കാം ആദ്യം കുറച്ച്. ഇനി നമുക്കിതിലേക്ക് പൊടി നിറയ്ക്കാം. കൈകൊണ്ട് നനയ്ക്കണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. കൈകൊണ്ട് വാരി ഇടാം ഇതിലേക്ക്. ഞാൻ നല്ല സ്പൂൺ കൊണ്ട് ഇട്ടെന്നേ ഉള്ളൂ. നമുക്ക് ഇടയ്ക്ക് കുറച്ചും കൂടെ തേങ്ങ ഇട്ട് കൊടുക്കാം. പുട്ടിൽ എത്ര കൂടുതൽ തേങ്ങ ഇടുന്ന അത്രയും പുട്ടിന് സ്വാദ് കൂടുമല്ലോ. ഇതിപ്പോൾ ഒരു 2-3 ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാനുള്ള പൊടിയുണ്ട് കേട്ടോ. ഇനി നമുക്ക് മുകളിലേക്ക് കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് അടയ്ക്കാം. നമ്മൾ കുക്കറിൻ്റെ മുകളിൽ വെച്ച് സ്റ്റീം ചെയ്തിട്ടാണ് കേട്ടോ പുട്ടുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുക്കറിൽ ഇത്രയും കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളം തിളയ്ക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കുക്കർ അടച്ചിട്ട് വിസിൽ വെക്കാതെ അതിൻ്റെ മുകളിൽ നമുക്ക് ചിരട്ടപ്പുട്ട് വെച്ച് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ വെള്ളം തിളച്ച് വരട്ടെ. കുക്കറിലെ വെള്ളം തിളച്ച് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലേക്ക് ഈ ചിരട്ടപ്പുട്ട് വെച്ച് കൊടുക്കാം. കുക്കറിൻ്റെ വിസിലിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് സ്റ്റീമായിട്ട് വെന്ത് വരട്ടെ. ഒരു 10 മിനിറ്റ് സ്റ്റീം കൊടുത്താൽ മതി, വെന്ത് കിട്ടും. നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ആദ്യം ഫ്ലെയിം കുറച്ച് വെക്കാം. നല്ല രീതിയിൽ ആവി വരുന്നുണ്ട്. നമുക്കിതിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം. നല്ല ചൂടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട് പുട്ട്. ഇത് കണ്ടോ, ഒരു 10 മിനിറ്റോളം വെച്ചപ്പോഴത്തേക്കും നല്ലതുപോലെ സ്റ്റീമായിട്ട് പുട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് രണ്ടാമത്തെ പുട്ടും കുക്കറിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് ഒരു 10 മിനിറ്റ് സ്റ്റീം ആവട്ടെ. നമ്മുടെ രണ്ടാമത്തെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് നമുക്ക് എടുക്കാം. നമ്മുടെ പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ 2 എണ്ണം തയ്യാറാക്കിയിട്ടുണ്ട്. ഒന്ന് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല വൃത്തിയായിട്ട് പൊടിഞ്ഞൊന്നും പോകാതെ കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തേത് ഇതിൽ തന്നെ എടുത്തിട്ടില്ല. അപ്പം കൈ കൊണ്ട് പൊടി നനയ്ക്കാതെ പുട്ട് പുഴുങ്ങാമെന്ന് പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. നമുക്കിവിടെ സക്സസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് പെട്ടെന്ന് പുട്ട് തയ്യാറാക്കാൻ പറ്റുമല്ലോ. പൊടിയൊക്കെ നനച്ച് നമ്മളല്ലെങ്കിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒരു പാകത്തിനൊക്കെ നനച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. ഇതാകുമ്പോൾ മിക്സിക്കകത്തിട്ട് പെട്ടെന്ന് അടിച്ചെടുത്താൽ മതിയല്ലോ. അപ്പം ഞാൻ 1 കപ്പ് അരിപ്പൊടിക്ക് ഒരു 3/4 കപ്പ് ചോറ് എടുക്കേണ്ടി വന്നു എനിക്ക്. ഞാനിട്ടത് പച്ചരി ചോറാണ്.
അപ്പം നമ്മുടെ ചോറ് ഏത് ചോറാണ് എടുക്കുന്നത് അതുപോലെ ഇരിക്കും. അപ്പം കുറച്ചായിട്ട് ഇട്ടിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഒറ്റയടിക്ക് മുക്കാക്കപ്പിട്ടാൽ ചിലപ്പോൾ അത് കൂടിയോ കുറഞ്ഞോ പോകാൻ ചാൻസ് ഉണ്ട്. ചോറിൻ്റെ മുകളിൽ ഡിപ്പെൻഡായിരിക്കും. അപ്പോൾ ഏത് ചോറാണ് എടുക്കുന്നത് അതുപോലെ കുറച്ചിട്ടിട്ട് അടിച്ചെടുത്ത് നനച്ചെടുത്താൽ മതി. അപ്പോൾ എനിക്ക് 3/4 കപ്പ് ചോറിട്ടപ്പം നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് നിങ്ങളും പുട്ടുണ്ടാക്കാൻ തയ്യാറാക്കി നോക്ക്. അപ്പോൾ പെട്ടെന്നൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുമല്ലോ പുട്ട്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം വീഡിയോ ഇഷ്ടമായവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീണ്ടും ഒരു സിമ്പിൾ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ.